പ്രിയപ്പെട്ട കുട്ടികളെ, ഇക്കൊല്ലത്തെ SSLC പൊതുപരീക്ഷ 2025 മാർച്ച് 3-ാം തീയതി ആരംഭിക്കുകയാണല്ലോ. പരീക്ഷാ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഹാൾ ടിക്കറ്റ് എല്ലാ ദിവസവും പരീക്ഷയ്ക്ക് നിങ്ങൾ കൊണ്ടുപോകണം എന്ന് മാത്രമല്ല, പരീക്ഷ എഴുതി തുടങ്ങിയാൽ അവസാനിക്കുന്നതുവരെ ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതുകൊണ്ട് പരീക്ഷയ്ക്ക് സ്ഥിരമായി കൊണ്ടുപോകുന്ന ബാഗിനുള്ളിൽ തന്നെ ആവശ്യം കഴിഞ്ഞാൽ ഹാൾ ടിക്കറ്റ് സൂക്ഷിക്കേണ്ടതാണ്. 9 മണിക്ക് തന്നെ നിങ്ങൾ സ്കൂളിലെത്താൻ ശ്രമിക്കണം. 9:15 പരീക്ഷാ ഹാളിനുള്ളിൽ കയറണം. ടീച്ചർ വന്നാൽ നിങ്ങൾക്ക് ഉത്തരമെഴുതാനുള്ള പേപ്പർ തരുന്നതായിരിക്കും. അതിൻ്റെ ഫേസിംഗ് പേജിൽ ഏറ്റവും മുകളിൽ കാണുന്നത് നെയിം ഓഫ് എക്സാമിനേഷൻ അല്ലെങ്കിൽ പരീക്ഷയുടെ പേര് എന്നാണ്. അവിടെ SSLC എക്സാമിനേഷൻ മാർച്ച് 2025 എന്നാണ് എഴുതേണ്ടത്. ഫേസിംഗ് ഷീറ്റ് ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പരീക്ഷയുടെ പേര് കഴിഞ്ഞാൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ വിഷയം എന്ന് കാണാം. അവിടെ ഇംഗ്ലീഷ് പരീക്ഷയുള്ള ദിവസം ഇംഗ്ലീഷ്, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ്, അങ്ങനെ എഴുതുകയാണ് വേണ്ടത്. അതിന് തൊട്ടടുത്ത് പേപ്പർ എന്ന് കാണാം. അത് ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ ദിവസവും സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ദിവസവും മാത്രം എഴുതാനുള്ളതാണ്. ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ ദിവസം മലയാളം, സംസ്കൃതം, അറബിക്, ഉറുദു എന്നീ പരീക്ഷകളുള്ള ദിവസം പേപ്പർ എന്നതിനപ്പുറത്ത് 1 എന്നെഴുതാം. സെക്കൻഡ് ലാംഗ്വേജ്, അതായത് സെക്കൻഡ് മലയാളം, അടിസ്ഥാന പാഠാവലി പരീക്ഷ നടക്കുന്ന ദിവസം പേപ്പർ എന്നതിനപ്പുറത്ത് 2 എന്നെഴുതാം. മറ്റ് ദിവസങ്ങളിലൊന്നും അവിടെ ഒന്നും എഴുതണമെന്നില്ല. തുടർന്ന് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ അല്ലെങ്കിൽ പരീക്ഷാ തീയതി ആണ് കാണുന്നത്. തീയതി തെറ്റാതെ എഴുതേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ സ്കോർ എന്നെഴുതിയ കുറേ കള്ളികൾ കാണാം. അതിന് താഴെ ഗ്രാൻഡ് ടോട്ടൽ എന്ന് കാണാം. അതിന് താഴെ സ്കോർ അവാർഡഡ് എന്ന് കാണാം. ഈ കള്ളികളിലൊന്നും ഒരു കാരണവശാലും നിങ്ങൾ യാതൊന്നും എഴുതാൻ പാടില്ല. അതിൻ്റെ താഴെ രജിസ്റ്റർ നമ്പർ എന്ന് കാണാം. ഇൻ ഫിഗേഴ്സ് അല്ലെങ്കിൽ അക്കത്തിൽ, ഇൻ വേർഡ്സ് അല്ലെങ്കിൽ അക്ഷരത്തിൽ എന്ന് മുകളിലും താഴെയുമായി 8 കള്ളികൾ കാണാം. നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിന് 6 അക്കങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് 2 കള്ളി ഒഴിഞ്ഞു കിടക്കും. രജിസ്റ്റർ നമ്പറിൻ്റെ ഓരോ അക്കവും ഓരോ കള്ളിക്കുള്ളിൽ തുടർച്ചയായി എഴുതുകയാണ് വേണ്ടത്. അതിൻ്റെ താഴെ ആ സംഖ്യ തന്നെ അക്ഷരത്തിൽ ഓരോ കള്ളിക്കുള്ളിലും ഓരോ അക്കം എന്ന രീതിയിൽ എഴുതണം. അപ്പോൾ അവസാനം 2 കള്ളി ഒഴിഞ്ഞു കിടക്കും. ആ 2 കള്ളിക്കുള്ളിൽ ഓരോ ഡാഷ് ഇട്ട് വയ്ക്കുക. അതിന് താഴെ ഡേറ്റഡ് സിഗ്നേച്ചർ ഓഫ് ദ ഇൻവിജിലേറ്റർ എന്ന് കാണാം. അവിടെ ക്ലാസ്സിൽ വന്ന ടീച്ചറാണ് ഒപ്പിടേണ്ടത്, നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ കാണുന്നത് കോഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കോഡ് നമ്പർ ഉണ്ടാവും. ആ കോഡ് നമ്പർ അത് നോക്കി എഴുതാവുന്നതാണ്. തൊട്ടടുത്ത പേജിൽ പരീക്ഷാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡിഡേറ്റ്സ് എന്ന് കാണാം. സമയമുണ്ടെങ്കിൽ അത് വായിച്ചു നോക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ 1, 3, 5, 7, 9 പേജുകളിലൊക്കെ മുകളിൽ വലതുഭാഗത്തായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അക്കത്തിൽ എഴുതി ഒപ്പിടുകയാണ് വേണ്ടത്. ഇതല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ യാതൊന്നും എഴുതാൻ പാടില്ല. ഉത്തരങ്ങൾ എഴുതി വയ്ക്കുക, ശരി ഉത്തരം ടിക്ക് ചെയ്യുക, ഒന്നും ചെയ്യാൻ പാടില്ല. അത് ഓർമ്മ വേണം. പരീക്ഷ എഴുതാൻ തന്ന മെയിൻ ഷീറ്റിൽ നിങ്ങൾക്ക് 6 പേജ് ഉത്തരം എഴുതാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡീഷണൽ ഷീറ്റ് ആവശ്യപ്പെടാം. ക്ലാസ്സിൽ എഴുന്നേറ്റ് നിൽക്കുക. അഡീഷണൽ ഷീറ്റ് ആവശ്യപ്പെട്ടാൽ ടീച്ചർ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. അഡീഷണൽ ഷീറ്റ് കിട്ടിയാൽ അതിന് മുകളിലായി
നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതേണ്ടതുണ്ട്. പിന്നീട് അഡീഷണൽ ഷീറ്റ് നമ്പർ എന്ന ഒരു ചെറിയ കള്ളി കാണാം. അതിൽ എത്രാമത്തെ ഷീറ്റാണ് വാങ്ങിയത് എന്നാണ് എഴുതേണ്ടത്. ആദ്യം വാങ്ങിയ ഷീറ്റ് അഡീഷണൽ ഷീറ്റായിട്ട് കണക്കാക്കില്ല, പിന്നീട് വാങ്ങുന്ന ഷീറ്റുകളെ കൂട്ടുള്ളൂ. അതുകൊണ്ട് ആദ്യം അഡീഷണൽ ഷീറ്റ് വാങ്ങിയാൽ അതിൽ 1 എന്ന് എഴുതണം. അതിന് താഴെ ഡേറ്റഡ് സിഗ്നേച്ചർ ഓഫ് ദ ഇൻവിജിലേറ്റർ എന്നുള്ളിടത്തും ടീച്ചറാണ് ഒപ്പിടാൻ, നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. വീണ്ടും അഡീഷണൽ ഷീറ്റ് വാങ്ങിയാൽ അതിൽ 2 എന്നും പിന്നീടും വാങ്ങിയാൽ 3 എന്നും അങ്ങനെ ക്രമത്തിൽ എഴുതി പോകണം. അവ താഴെയാണ് വെക്കേണ്ടത്. എന്നിട്ട് പരീക്ഷ മുഴുവൻ എഴുതി കഴിഞ്ഞാൽ മെയിൻ ഷീറ്റിൻ്റെ താഴെയായി എഴുതിയ ക്രമത്തിൽ ഈ ഓരോ അഡീഷണൽ ഷീറ്റും വെച്ച് നന്നായി മുറുക്കി കെട്ടണം. ഊരിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ കെട്ടരുത്. പേപ്പർ കെട്ടിൻ്റെ ശക്തി കൊണ്ട് കീറിപ്പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. ഏതായാലും നന്നായി കെട്ടി മുറുക്കിയ ശേഷം അവസാനം എഴുതാതെ വിട്ട ഭാഗമുണ്ടെങ്കിൽ അവിടെ പെന്നുകൊണ്ട് വലത്തെ മൂലയിൽ നിന്ന് താഴെ ഇടത്തെ മൂലയിലേക്കോ അല്ലെങ്കിൽ തിരിച്ചോ ഒരു വര വരച്ച് വെട്ടിക്കളയണം. അതും കഴിഞ്ഞാൽ ഫേസിംഗ് ഷീറ്റിൽ ടോട്ടൽ അഡീഷണൽ ഷീറ്റ്സ് യൂസ്ഡ് എന്ന് ഏറ്റവും മുകളിൽ കാണാം. അവിടെ ആകെ എത്ര അഡീഷണൽ ഷീറ്റ് വാങ്ങി എന്നാണ് എഴുതേണ്ടത്. നിങ്ങൾ രജിസ്റ്റർ നമ്പറും പരീക്ഷയുടെ പേരും ഒക്കെ എഴുതിയ ആ പേപ്പർ അഡീഷണൽ ഷീറ്റായിട്ട് കണക്കാക്കില്ല. അതല്ലാതെ എത്ര എണ്ണം വാങ്ങി എന്നാണ് എഴുതേണ്ടത്. ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ അവിടെ 0 അല്ലെങ്കിൽ NIL നിൽ എന്നൊക്കെ എഴുതാവുന്നതാണ്. 5 എണ്ണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ 5, 10 എണ്ണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ 10 എന്ന ക്രമത്തിൽ എഴുതി ഉത്തരങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തി ലോങ് ബെൽ അടിച്ചു കഴിഞ്ഞാൽ പേപ്പർ ടീച്ചറുടെ കയ്യിൽ ഏൽപ്പിച്ച് ടീച്ചറുടെ അനുവാദം വാങ്ങിയ ശേഷം പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തു പോകാവുന്നതാണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, എല്ലാ ദിവസവും നിങ്ങളുടെ കയ്യിൽ ഹാൾ ടിക്കറ്റ് ഉണ്ടായിരിക്കണം. ഒരേ മഷി കൊണ്ട് വേണം പരീക്ഷ എഴുതാൻ. നീലയോ കറുപ്പോ മഷിയുള്ള പെന്നാണ് ഉപയോഗിക്കേണ്ടത്. ഒന്നിലധികം നല്ല പെന്നുകൾ നിങ്ങൾ പരീക്ഷയ്ക്ക് കൊണ്ടുപോകണം എന്ന കാര്യം മറക്കരുത്. അതുപോലെ പെൻസിൽ, സ്കെയിൽ, റബ്ബർ, കട്ടർ തുടങ്ങിയവയും എല്ലാ ദിവസവും കയ്യിലുണ്ടായാൽ നന്ന്. ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആവശ്യമുള്ള ദിവസം അതും എല്ലാവരും സ്വന്തമായി തന്നെ കൊണ്ടുപോകണം. അടുത്തിരിക്കുന്ന കുട്ടിയുടെ ഒന്നും വാങ്ങാൻ അനുവാദമുണ്ടായിരിക്കില്ല. വളരെയധികം ശ്രദ്ധയോടുകൂടി നന്നായി പരീക്ഷ എഴുതി നല്ല ഗ്രേഡ് വാങ്ങി പരീക്ഷയിൽ വിജയിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും വിജയാശംസകൾ.